യേശു ഏകരക്ഷകൻ. ജൂബിലി വർഷത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തോടെ കാലഘട്ടം തന്നെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചു. മനുഷ്യർക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും കുലീനതയുടെയും പേരിൽ കടുത്ത വിവേചനങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് യേശുവിൻ്റെ ജനനം. യേശു സകല മർത്യർക്കും രക്ഷകനും നാഥനുമായി നിലകൊള്ളുന്നു. അവിടുന്ന് നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ക്രിസ്തു ജനിച്ചിട്ട് 2023 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ആദ്യമേ തന്നെ നമുക്ക് യേശു ക്രിസ്തുവാകുന്ന നേതൃത്വത്തെപ്പറ്റി ചിന്തിക്കാം. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്നും ജനിച്ചിരിക്കുന്നു. അതെ, മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും വചനം മാംസമായി കാലത്തിൻ്റെ തികവിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി മറിയം എന്ന കന്യകയിൽ നിന്ന് ജനിച്ചു. മാനവകുലത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ദൗത്യത്തെയാണ് രക്ഷകൻ എന്ന പദം അർത്ഥമാക്കുന്നത്. കർത്താവ് എന്ന വിവരണമാകട്ടെ പഴയ നിയമത്തിലെ യഹോവയുമായുള്ള യേശുക്രിസ്തുവിൻ്റെ അഗാധമായ ബന്ധത്തെയും മാനവകുലത്തിന്മേലുള്ള അവിടുത്തെ അധീശത്വത്തെയും ആധിപത്യത്തെയും വ്യക്തമാക്കുന്നു. ക്രിസ്തു എന്ന വിവരണമാകട്ടെ ഇസ്രായേൽ ജനം കാത്തിരുന്ന ദാവീദിൻ്റെ വംശത്തിലെ രാജസദൃശ്യനായ യഹൂദരും വിജാതീയരും ഉൾപ്പെടുന്ന സകല ജനത്തെയും രക്ഷിക്കുവാൻ ദൈവത്താൽ അഭിഷിക്തനായ മിശിഹായെ സൂചിപ്പിക്കുന്നു. ഞാൻ തന്നെയാണ് പ്രവാചകന്മാരാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തു എന്നു യേശു സമരിയക്കാരിയോട് പറഞ്ഞു. 30 വയസ്സ് പൂർത്തിയാകുന്നതുവരെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ച യേശുക്രിസ്തു രഹസ്യ ജീവിതം അവസാനിപ്പിച്ച് പരസ്യ ജീവിതം ആരംഭിച്ചു. യൂദയായിലും ഗലീലിയയിലും പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ചുകൊണ്ട് നിരവധി അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് വരാനിരുന്ന രക്ഷകനെന്നും ദൈവിക കൽപ്പനകളും രക്ഷാമാർഗങ്ങളും വ്യക്തമായ രീതിയിൽ ജനങ്ങളെ പഠിപ്പിച്ചു. പരസ്യ ജീവിതാവസാനം ബലിയായി അർപ്പിക്കപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെ പാപികളായ നമുക്ക് വേണ്ടി ചിന്തി മരിച്ച് അടയ്ക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്ത് 40 ദിവസം ഈ ഭൂമിയിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് സ്വർഗാരോഹണം ചെയ്ത് 10-ാം നാൾ പരിശുദ്ധാത്മാവിനെ ശിഷ്യ സമൂഹത്തിന് മേൽ വർഷിച്ചു. മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ഏകനാമം യേശു ക്രിസ്തുവിൻ്റേതാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവനെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുള്ള യേശു ലോകരക്ഷകനാണ്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തുമസ് ദൈവസ്നേഹത്തിൻ്റെ നിത്യമായ ഒരു ഉടമ്പടിയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യെശയ്യാ 43:10-11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. യേശു മാത്രമാണ് ഏകരക്ഷകൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതിയുടെയും ജാതിമത വിദ്വേഷത്തിൻ്റെയും കമ്പോള താൽപ്പര്യങ്ങളുടെയും ഭീകരവാദത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ വിമോചനത്തിൻ്റെ സദ്വാർത്തയായി രക്ഷകൻ നമ്മിലൂടെ മാംസം ധരിക്കേണ്ടിയിരിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശിയാക്കാം. അതിനായി ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ.